ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മണിക്കുട്ടിയും മുത്തും കൂടിയിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മാധവി തങ്കച്ചി പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇവർ വരുന്നത്. അപ്പോൾ മണിക്കുട്ടിയുടെ കയ്യിൽ ആ മുറിവ് ഇവർ കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമ്മുടെ കാവ്യ ഓടി വരുവാണ്. അയ്യോ കൃഷ്ണ, അതേ മണിക്കുട്ടിയുടെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വരുക കേട്ടോ. അയ്യോ മണിക്കുട്ടി മോളെ, ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് കയ്യൊക്കെ ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല എന്നൊക്കെ മണിക്കുട്ടി പറയുന്ന സമയത്ത് ജയമോഹിനി ആ മാധവി തങ്കച്ചിട്ട് പറയുന്നുണ്ട്, ഓ പിള്ളേരാകുമ്പോഴേക്കും ചിലപ്പോൾ കൈയും കാലൊക്കെ മുറിഞ്ഞെന്നിരിക്കും, ഇവളതിനെന്തിനാ എത്രമാത്രം തീ തിന്നണത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് മാധവി തങ്കച്ചി അടുത്ത്. അതിനുശേഷം നമ്മുടെ കാവ്യ ചോദിക്കുന്നുണ്ട്, മണിക്കുട്ടി പറ എങ്ങനെയാണ് ഈ മുറിവ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടി അത് ഞാൻ വീണതാണെന്ന് പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട്, അതെ വീണതാണമ്മേ, അവള് പെട്ടെന്ന് ഒരു വലിയ കല്ലില്ലത്തെ വീണതാണെന്ന് പറയുമ്പോൾ കാവ്യ ഹോസ്പിറ്റലിൽ പോകണോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ വേണ്ടെന്നേ, ഇത് സ്കൂളിൽ നിന്ന് മരുന്ന് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പറയുമ്പോൾ മുത്ത് പറയേണ്ട, അതെ സ്കൂളിൽ നിന്ന് മിസ്സുമാരും ഹെഡ് മിസ്റ്റർ എല്ലാവരും വന്നായിരുന്നു, അവർ മരുന്ന് വെച്ചൊക്കെ കൊടുത്തായിരുന്നു എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ഒന്ന് കഴുകിയിട്ട് ഞാനും കൂടി മരുന്ന് വെച്ച് തരാം എന്ന് കാവ്യ പറയാണ്. മോൾ റൂമിൽ പോയിരുന്നോ, ഡ്രസ്സൊക്കെ മാറിയിട്ട് ആൻറ്റി വരാൻ കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മണിക്കുട്ടി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാധവി തങ്കച്ചിയും പോകാൻ റെഡിയാവുന്നുണ്ട്. ശരി മോളെ, ഇതേ മോളെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ അത് മണിക്കുട്ടി പോകണ മുമ്പേ ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ പിള്ളേരാകുമ്പോൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കുട്ടിക്ക് ഉമ്മ കൊടുക്കുമ്പോൾ ഭരത് ജയമോഹൻ പറയണ്ട, അത് ശരി, ഇപ്പോൾ ആൻറ്റിയും അവരുടെ കൂടെ ആയോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ജയമോഹൻ പറയാണ്. അങ്ങനെ ടാറ്റ ബൈ ബൈ കാവ്യ പോട്ടേടി കൃഷ്ണ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാധവി തങ്കച്ചി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അതിന് ശേഷമാണ് മണിക്കുട്ടിയും അങ്ങനെ മണിക്കുട്ടി ഇങ്ങനെ കാവ്യ ഇങ്ങനെ പറയണത് കേട്ടോ, ഞാൻ മരുന്നെടുത്തിട്ട് വരാം, മോളവിടെ പോയി റെസ്റ്റ് ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയണത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി റൂമിലേക്ക് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ മാധവി തങ്കച്ചിയും പോകാൻ റെഡിയാവുന്നുണ്ട്. ശരി മോളെ, ഇതേ മോളെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ അത് മണിക്കുട്ടി പോകണ മുമ്പേ ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ പിള്ളേരാകുമ്പോൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കുട്ടിക്ക് ഉമ്മ കൊടുക്കുമ്പോൾ ഭരത് ജയമോഹൻ പറയണ്ട, അത് ശരി, ഇപ്പോൾ ആൻറ്റിയും അവരുടെ കൂടെ ആയോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ജയമോഹൻ പറയാണ്. അങ്ങനെ ടാറ്റ ബൈ ബൈ കാവ്യ പോട്ടേടി കൃഷ്ണ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാധവി തങ്കച്ചി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അതിന് ശേഷമാണ് മണിക്കുട്ടിയും അങ്ങനെ മണിക്കുട്ടി ഇങ്ങനെ കാവ്യ ഇങ്ങനെ പറയണത് കേട്ടോ, ഞാൻ മരുന്നെടുത്തിട്ട് വരാം, മോളവിടെ പോയി റെസ്റ്റ് ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയണത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി റൂമിലേക്ക് പോവാണ്. അതിനുശേഷം നമ്മുടെ മണിക്കുട്ടി രാധികയുടെ ഫോട്ടോ നോക്കി പറയുന്നുണ്ട്, അമ്മേ മണിക്കുട്ടിയുടെ കൈ മുറിഞ്ഞു അമ്മേ, മണിക്കുട്ടിനെ ഇന്ന് ക്ലാസ്സിൽ ഇക്കുറു എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ, അവനെന്നെ തള്ളിയിട്ടപ്പോൾ കൈ മുറിഞ്ഞു. കാവ്യാൻ്റിക്കും കൃഷ്ണസാനൊക്കെ ഭയങ്കര വിഷമമായി, പക്ഷേ സത്യം ഞാൻ പറയില്ല കേട്ടോ, പറഞ്ഞു കഴിഞ്ഞാൽ മുത്ത് പറഞ്ഞ പോലെ തന്നെ വെറുതെ പ്രശ്നമാക്കണം എന്തിനാണ്, അമ്മേനെ പോലെ തന്നെ എനിക്കും സമാധാനവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമവും എന്നൊക്കെ കണ്ട് ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഞാൻ പഠിച്ച് വലിയ ആളാവണം, കൃഷ്ണസാറിനും കാവ്യാൻ്റിക്കും അഭിമാനമാകണം ഞാൻ, അത് തന്നെയാണ് എനിക്കും ഉള്ളത്, എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത് അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ കാവ്യ മുത്തും കൂടി വരുവാട്ടോ മരുന്ന് വെച്ച് തരാനായിട്ട്. അങ്ങനെ കാവ്യ പറയുന്നുണ്ട്, മണിക്കുട്ടി മോളെ ഇവിടെ ഇരിക്കുക എന്ന് പറയുവാണ്. അതിനുശേഷം കൈ നോക്കുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മുറിവ് മരുന്ന് വെച്ചാൽ വരുമ്പോഴേക്കും നമ്മുടെ കാവ്യ വീണ്ടും ചോദിക്കുന്നുണ്ട്, മണിക്കുട്ടി മോളെ നീ ഇത് കല്ലിൽ തട്ടി വീണ തന്നെയാണോ, സത്യം പറ എന്ന് പറയുമ്പോഴേക്കും മുത്ത് പെട്ടെന്ന് മണിക്കുട്ടിനെ നോക്കിയിട്ട് ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് മുത്ത് പറയുന്നുണ്ട്, അതേ അമ്മേ അവളെ എന്തൊക്കെയോ ആലോചിച്ച് എൻ്റെ കൂടെ നടന്നു വന്നതാ, പെട്ടെന്ന് അവിടെ വലിയൊരു കല്ല് ഇവള് നോക്കിയില്ലെന്നേ ആ കല്ലിലേക്ക് തട്ടി മറിഞ്ഞ് ഇവള് വീണതാ, അങ്ങനെ കല്ല് കൊണ്ടിട്ട് മുറിവ് പറ്റിയതാ. അതെയോ, ശരി നോക്കിയൊക്കെ പോകണം കേട്ടോ മോളെ, ഇത് കണ്ടില്ലേ ഇപ്പം മുറിവായത്, അതുകൊണ്ട് നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മുറിവിൽ മരുന്ന് തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കാവ്യ നമ്മുടെ മുത്തും മണിക്കുട്ടിയുടെ കൈ ഇങ്ങനെ കാണിക്കുക കേട്ടോ, കാവ്യ വിശ്വസിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണനെയാണ് കേട്ടോ. കൃഷ്ണ പുറത്തു നിന്നിട്ട് ഫോൺ ചെയ്യുന്ന സമയത്ത് ജയമോഹിനി വരുവാണ്. ജയമോഹിനി പറയണ്ടേ, എനിക്കെൻ്റെ മരുമോഹിനിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ, ഉത്തരം മൊഴിയാവോ എന്തോ എന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കണത് എന്ന് പറയാണ്. നിർത്തടാ എന്നിങ്ങനെ പറയാണ്. ആദ്യം എൻ്റെ ഭർത്താവിനെ കയ്യിലെടുത്ത് നീ എവിടെയോ പൊട്ടക്കാട്ടി കിടന്ന് നീ എൻ്റെ മകളുടെ ഭർത്താവായിട്ട് ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവിനെ മകളെ നീ കയ്യിലെടുത്തു എന്ന് പറയാണ്. അപ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ കയ്യിലെടുത്തതല്ല, എന്നെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്ക് കാവ്യനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതല്ലേ, അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കാവ്യനെ പൊന്നു പോലെ തന്നെയാണ് നോക്കുന്നതൊക്കെ കൃഷ്ണ പറയുമ്പോൾ നിർത്തടാ, പൊന്നു പോലെ നോക്കുന്നു, നിൻ്റെ ആ നോട്ടമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് പറയുവാണ്.
നിങ്ങൾക്ക് എന്താ ശരിക്കും പ്രശ്നം? ഞാൻ കാവ്യനെ കല്യാണം കഴിച്ച് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ നിങ്ങളുടെ ഈ അസുഖം എന്ന് കൃഷ്ണ പറയുമ്പോൾ ജയമോന് പറഞ്ഞിട്ട് അതേടാ എനിക്ക് അപ്പം തൊട്ട് തുടങ്ങിയതാ. പറയത്തക്ക കുടുംബ പേരോ കുടുംബ മഹിമൊന്നും ഇല്ലാത്ത നീ തറവാട്ടിൽ കയറി വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ. പക്ഷെ അതിലൊന്നും അല്ല കാര്യം. നീ ശരിക്കും എൻ്റെ മകളെ പറ്റിക്കുകയല്ലേടാ? ഞാനെന്തിനാ നിങ്ങളുടെ മകളെ പറ്റിക്കണത്? ഞാൻ ഒരിക്കലും എൻ്റെ കാവ്യനെ പറ്റിക്കില്ല. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ കാവ്യനോടാണ് എന്ന് പറയുമ്പോൾ നോണ പറയലേടാ, നീ ഒരു നാട്ടിൻപുറത്തുകാരന്, അവിടെ നിനക്കൊരു നാട്ടിൻപുറത്തുകാരിയായിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഒരു പാവം പാവം പ്രാവിനെ പോലത്തെ ഒരു പെൺകുട്ടി, മാടപ്രാവിൻ്റെ മനസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായി നീ. അവസാനം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അബദ്ധം പറ്റി. അവൾ ഗർഭിണിയായപ്പോൾ നീ അവളെ പറ്റിച്ച് ഇവിടെ വന്നിട്ട് എൻ്റെ ഭർത്താവിനെയും കയ്യിലെടുത്ത് അവസാനം എൻ്റെ മോളെയും കയ്യിലെടുത്ത് എൻ്റെ മോളെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനായിടാ. എന്നിട്ട് ആ പെൺകുട്ടിയുടെ പേരാണ് രാധിക എന്നിങ്ങനെ പറയുവാട്ടോ. അത് കേൾക്കുമ്പോൾ കൃഷ്ണ ആകെ നെട്ടുവാണ് ഇവരുടെ വായന സത്യം കേൾക്കുമ്പോൾ. അവളിൽ നിനക്കുണ്ടായ മകളാണ് മണിക്കുട്ടി. അവസാനം മണിക്കുട്ടീനെ രാധികനെ ഇവിടുത്തെ വീട്ടുവേലക്കാരത്തിയായിട്ടൊക്കെ കൊണ്ടുവന്ന് അവളുടെ അസുഖം വരെ എൻ്റെ മോളെ കൊണ്ട് നീ ചികിത്സിപ്പിച്ചു. അവസാനം അവൾ മരിച്ചപ്പോൾ എൻ്റെ മോളെ കൊണ്ട് തന്നെ അവളുടെ മകളുണ്ടല്ലോ, അത് നിനക്കുണ്ടായ മകള്, അവളതേ സ്വന്തം മകളുടെ ദത്തെടുക്കാൻ വേണ്ടി കാവ്യന് സ്ക്രൂ കയറ്റുന്നു. നീ ഭയങ്കര ബുദ്ധിമാൻ തന്നെയാടാ എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത് എന്ന് കൃഷ്ണ പറയുമ്പോൾ അനാവശ്യമോ? എടാ ഇതൊക്കെ സത്യം തന്നെയാടാ. ഇത് തെളിയിക്കാൻ പക്ഷെ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. അതിനുള്ള തെളിവൊക്കെ ഉടനെ കണ്ടുപിടിക്കും. മണിക്കുട്ടി നിന്റെ മകളാണെന്നുള്ള സംശയം എനിക്ക് നന്നായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല ഇവിടെ 2-3 പേർക്കുണ്ട്. അതെന്തായാലും ഞങ്ങൾ തെളിയിച്ചിരിക്കും. തെളിയിച്ചിട്ട് ഞങ്ങൾ കാവ്യനെ കാണിക്കൂടാ. നീ കരുതിയിരുന്നോ ദിവസങ്ങൾക്കകം നിന്റെ കള്ളത്തരമൊക്കെ പുറത്താകും എന്ന് പറയുവാണ്. നിനക്ക് അധികം നാൾ എൻ്റെ മകളെ പറ്റിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജയമോന് പോകുവാണ് അവിടെ നിന്ന്. ജയമോന് പോകുമ്പോൾ കൃഷ്ണക്ക് ആകെ പേടിയാവാട്ടോ. കാരണം ഇവിടെ വായിന്നൊക്കെ സത്യങ്ങളൊക്കെ കേട്ടപ്പോൾ കൃഷ്ണ ആകെ കയ്യും കാലൊക്കെ വിറച്ച് ആകെ വെളുത്ത ഒരു അവസ്ഥയിലാണ് കൃഷ്ണ അങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കണത് നമ്മുടെ ഭരത്തിനെയാണ്. ഭരത് രാത്രി മുഖംമൂടിയൊക്കെ വെച്ച് കയ്യുറയൊക്കെ ഇട്ടിട്ട് അതായത് ഫുള്ളായിട്ട് കവർ ചെയ്യണ ഒരു മാസ്കൊക്കെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം മണിക്കുട്ടിയുടെ ബ്ലഡ് എടുക്കാൻ വേണ്ടി ആ സിറിഞ്ചായിട്ട് നിൽക്കുവാണ്. പെട്ടെന്ന് നമ്മുടെ ഭരത് പോകാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് കണ്ണാടി നോക്കിയിട്ട് ഭരത് തന്നെ പേടിച്ചു പോയി. ആ ഒരു രൂപത്തിലേക്ക് ഭരത് മാറി കേട്ടോ. അങ്ങനെ പിന്നീട് പോകാൻ പോകുമ്പോൾ പട്ടിയുടെ കുര കാരണം ഈ അയൽവക്കത്തെ പട്ടികൾക്കൊന്നും ഉറക്കമില്ല നാശം പിടിക്കാനായിട്ട്. ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചാടി പുറപ്പെട്ട് അവളുടെ കുറച്ച് ബ്ലഡ് എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പാത്തും പതുങ്ങിയും നമ്മുടെ ഭരത് പതുക്കെ നിലത്തേക്ക് ഇറങ്ങി പോവാണ്. അതിനുശേഷം വാതിൽ തുറക്കുമ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ ഉറക്കമില്ലാണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് ഭരത് ഈ ചേട്ടന് ഉറക്കവുമില്ല നാശം പിടിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് പാത്തും പതുങ്ങി പോകുമ്പോൾ പെട്ടെന്ന് സെക്യൂരിറ്റി ചേട്ടൻ എന്തോ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. ആ ചേട്ടൻ പതുക്കെ ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഭരത് വേഗം കാറിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങിയിരിക്കുവാണ്. എന്താണ് ആ സാധനം? ചിലപ്പോൾ മരപ്പട്ടി ആയിരിക്കും എന്ന് പറയുവാണ്. ആ സമയത്ത് ഭരത് മനസ്സിൽ പറഞ്ഞു മരപ്പട്ടി നീയാടാ എന്നിങ്ങനെ പറയുക കേട്ടോ. ചില മരപ്പട്ടികൾ മനുഷ്യരെ പോലെ തന്നെയാണ് നടക്കുന്നതും പോണതൊക്കെ. മരപ്പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടി ഓടിക്കുകയാണ്. ആ സമയത്ത് ഭരത് അവിടെ നിന്ന് ഒളിഞ്ഞു നിൽക്കുക കേട്ടോ. അതിനുശേഷം ആ ചേട്ടൻ പോയി കഴിയുമ്പോഴേക്കും ഭരത് പതുക്കെ പോയിട്ട് മണിക്കുട്ടിയുടെ റൂമിലേക്ക് ഔട്ട് ഹൗസിലേക്ക് പോവാണ്. അതിനുശേഷം പതുക്കെ വാതിൽ തുറക്കുമ്പോഴേക്കും മണിക്കുട്ടി അവിടെ നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുമായിട്ട് തലോണയും കെട്ടിപ്പിടിച്ച്. ഭരത് ആ സമയത്ത് ആ കയ്യിൽ ആ സിറിഞ്ചെടുത്ത് മണിക്കുട്ടിയുടെ അടുത്ത് പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.